ഇന്ന് രാത്രി തുറന്നുള്ള സമയം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മീഖായുടെ പുസ്തകത്തിൽ നിന്നാണ്. മീഖായുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങളെ പ്രാരംഭമായി വായിച്ച് അല്പസമയം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് ശ്രവിക്കാം. ഞാൻ തന്നെ തിരുവചന വേദഭാഗം വായിക്കാം. മീഖായുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങൾ. അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല. ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും. അവൻ അവരുടെ പാപങ്ങളൊക്കെയും നീ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ടുകളയും. പുരാതന കാലം മുതൽ നീ ഞങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തിരിക്കുന്ന നിന്റെ വിശ്വസ്തത നീ യാക്കോബിനോടും നിന്റെ ദയ അബ്രഹാമിനോടും കാണിക്കും. അനുഗ്രഹീതമായ തിരുവചന വേദഭാഗം. ചില നാളുകൾക്കപ്പുറം ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളത്തിൽ ഇടപെട്ട എന്നെ ധൈര്യപ്പെടുത്തിയ ചില വേദഭാഗങ്ങളാണ്, ചില ദൈവിക ആലോചനകളാണ് ഈ രാത്രി നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നത്. തികച്ചും ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട മീഖ എന്ന വ്യക്തി പിൽക്കാലത്ത് ദൈവം തൻ്റെ ആത്മാവിനാൽ മീഖായെ ശക്തീകരിച്ചു. 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ മീഖ തൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവിനാൽ താൻ ശക്തിയും ന്യായവും വീര്യവും കൊണ്ട് നിറഞ്ഞു. ഒരു കർഷക കുടുംബത്തിൽ സാധാരണ ഒരു കൃഷിക്കാരന്റെ മകനായി ജനിച്ച മീഖ എന്ന വ്യക്തിയെ ദൈവം തൻ്റെ ആത്മാവിനാൽ ശക്തീകരിച്ചു. ദൈവം തൻ്റെ ആത്മാവിനാൽ തന്നെ നിറച്ചു. ആ ദൈവത്തിന്റെ ആത്മാവിന്റെ വീര്യം അവന്റെ ഉള്ളിൽ പകർന്നു. പിൽക്കാലത്ത് യഹൂദയ്ക്ക് വേണ്ടി, ഇസ്രായേലിന് വേണ്ടി ശക്തമായി ദൈവകരങ്ങൾ ഉപയോഗിച്ച ഒരു പ്രവാചകനായി മീഖ മാറ്റപ്പെടുന്നതാണ് മീഖായുടെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മീഖായാവ് എന്ന പേരിന്റെ സംക്ഷിപ്തമാണ് മീഖ എന്നുള്ളത്. മീഖായാവ് എന്ന പേരിന് യഹോവയെ പോലെ ആരുള്ളൂ എന്ന അർത്ഥമാണുള്ളത്. അനുഗ്രഹീതമായ ഈ പുസ്തകം യേശു കർത്താവിന് ഏകദേശം 700 വർഷങ്ങൾക്ക് മുൻപാണ് മീഖ ജീവിച്ചിരുന്നതെന്നാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. അന്നത്തെ കാലത്ത് ശക്തമായി ദൈവകരങ്ങൾ ഉപയോഗിച്ച ഒരു സാധാരണ മനുഷ്യനാണ് മീഖ. ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിന് ആരെയും ഉപയോഗിപ്പാൻ കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന് ഇന്നവരെ വേണമെന്നില്ല. ആമേൻ. ദൈവത്തിന് ആരെയും തൻ്റെ പ്രവൃത്തിക്കായി ഉപയോഗിപ്പാൻ കഴിയും എന്നുള്ളത് ഈ മീഖായുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ദൈവകരങ്ങളിൽ ആര് തങ്ങളെ തന്നെ സമർപ്പിക്കുന്നുവോ അവരെ ദൈവം കരങ്ങൾ ഉപയോഗിക്കും. ഏത് കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് വിഷയമല്ല. അവന്റെ മറ്റ് പശ്ചാത്തലങ്ങൾ ഒന്നും ദൈവത്തിന് വിഷയമല്ല. ദൈവത്തിന്റെ കരങ്ങൾ സമർപ്പിക്കുന്ന ആരെയും ദൈവം ഉപയോഗിക്കും. ഇന്ന് രാത്രി പ്രാർത്ഥന സംബന്ധിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവം തന്റെ കരങ്ങൾ ഉപയോഗിക്കട്ടെ. ഈ അന്ത്യകാലത്ത് ദൈവിക വേലയിൽ അധികം പ്രയോജനപ്പെടാൻ നമ്മെല്ലാം ദൈവം ശക്തീകരിക്കട്ടെ. നാം ഇവിടെ വായിച്ച 3 വേദഭാഗങ്ങൾ, 7-ാം അധ്യായം 18, 19, 20, ഈ 3 വേദഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട 3 ചിന്തകൾ നമുക്ക് കാണുവാനായി സാധിക്കും. 7-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട 3 ചിന്തകൾ. അതിൽ ഒന്നാമത്തേത്, നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? Who is a God like unto you? ദൈവമേ, നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? ആ തിരുവചനം ഞാൻ ഇങ്ങനെ ക്രോഡീകരിക്കട്ടെ. 18-ാം അധ്യായത്തിലെ ചിന്ത, അതുല്യനായ ദൈവം. Praise the Lord. മീഖ പറയുകയാണ്, അകൃത്യം ക്ഷമിക്കുന്നതിന്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? രണ്ടാമത്തെ ചിന്ത അതിന്റെ 19-ാമത്തെ വാക്യത്തിലാണ്. ദ കമ്പാഷൻ ഓഫ് അവർ ലോർഡ്. ദൈവത്തിന്റെ മനസ്സലിവ്, ദൈവത്തിന്റെ കരുണ എന്നുള്ളതാണ് 19-ാമത്തെ വാക്യത്തിൽ പ്രതിപാദിക്കുന്ന വിഷയം. 20-ാമത്തെ വാക്യത്തിൽ 3-മതൊരു ചിന്ത കൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. തന്റെ മക്കളോടുള്ള ദൈവത്തിന്റെ വിശ്വസ്തത. ദൈവം വിശ്വസ്തനായ ദൈവം.
തന്റെ മക്കൾക്ക് വേണ്ടിയുള്ള ദൈവിക വിശ്വസ്തത. 20-ാം വാക്യം പറയുന്നു, പുരാതന കാലം മുതൽ നീ ഞങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തിരിക്കുന്ന നിന്റെ വിശ്വസ്തത നീ യാക്കോബിനോടും നിന്റെ ദയ അബ്രഹാമിനോടും കാണിക്കും. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ വിശ്വസ്തത. 3 പ്രധാനപ്പെട്ട ചിന്തകൾ. 1, നിന്നോട് സമനായ ദൈവമാരുടെ ദൈവമേ, നീ അതുല്യനായ ദൈവമാണ്. 2ാമത്തെ ചിന്ത, മനസ്സലിയുന്ന ദൈവം, ദ കമ്പാഷൻ ഓഫ് അവർ ലോർഡ്, ദൈവത്തിന്റെ മനസ്സലിവ്. 3ാമത്തേത്, ദ ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് അവർ ലോർഡ്, നമ്മുടെ ദൈവത്തിന്റെ വിശ്വസ്തത. ഞാനിത് ഈ 3 ചിന്തയിൽ ആദ്യത്തെ വിഷയമാണ് പ്രധാനമായും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. സമയമുണ്ടെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് കടക്കും. അതിന്റെ 1ാമത്തെ ഭാഗം 18ാമത്തെ വാക്യത്തിൽ, ദൈവമേ, നിന്നോട് സമനായ ദൈവം ആരുള്ളൂ. ഹല്ലേലൂയ. മീഖായുടെ കാലത്തും ഒട്ടനവധി ദേവീ ദേവന്മാരുണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. അനേക ദൈവങ്ങളുടെ പുറകെ പോകുന്നുണ്ട്. എന്നാൽ മീഖ താൻ സേവിക്കുന്ന ദൈവം, ഇസ്രായേലിന്റെ ദൈവം, സാക്ഷാൽ ജീവനുള്ള ദൈവം, ഇന്ന് രാത്രിയിൽ ഞാനും നിങ്ങളും ആരാധിക്കുന്ന സർവശക്തനായ കർത്താവായ യേശു ക്രിസ്തു, ആ ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് മീഖ പറയുകയാണ്, ദൈവമേ, നിന്നോട് സമനായ ഒരു ദൈവം, നിന്റെ അടുക്കൽ നിർത്താൻ പറ്റുന്ന ഒരു ദൈവം വേറെ ആരുണ്ട്? ഈ രാത്രിയിൽ എത്ര പേർക്ക് അങ്ങനെ പറയാൻ കഴിയുന്നുണ്ട്? ഞാൻ സേവിക്കുന്ന ദൈവം അതുല്യവാനായ ദൈവമാണ്. ഞാൻ സേവിക്കുന്ന ദൈവം അതുല്യവാനായ ദൈവമാണ്. അത് വെറുതെ പറയുകയല്ല. മീഖ തന്റെ അനുഭവത്തിൽ നിന്ന്, ആമേൻ, താൻ മനസ്സിലാക്കിയതിന്റെ വെളിച്ചത്തിലാണ് ഈ ഒരു പ്രസ്താവന പറയുന്നത്. ദൈവമേ, നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അങ്ങനെ പറയാൻ മീഖായെ പ്രാപ്തമാക്കിയ 3-4 കാര്യങ്ങൾ ഞാൻ ഈ പുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ പുസ്തകത്തിൽ 7 അധ്യായങ്ങളാണുള്ളത്. ഓരോ അധ്യായങ്ങളിലും താൻ സേവിക്കുന്ന ദൈവത്തിന്റെ അതുല്യതയെ വെളിപ്പെടുത്തുന്ന വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഓരോ അധ്യായങ്ങളിൽ നിന്നും ഓരോരോ വാക്യങ്ങൾ മാത്രം ദൈവത്തിന്റെ അതുല്യത, നമ്മുടെ ദൈവം ആരാണ്, നമ്മുടെ ദൈവം എത്ര വലിയവനാണ്, അവൻ എത്ര ഉന്നതനാണ്, മറ്റ് ദൈവങ്ങളിൽ നിന്ന് നമ്മുടെ ദൈവം എത്ര ശ്രേഷ്ഠനാണ് എന്ന് വ്യക്തമാക്കുന്ന ഓരോ വാക്യങ്ങൾ. 1-ാം അധ്യായം എടുത്താട്ടെ. 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ദൈവമക്കൾ ശ്രദ്ധിക്കൂ. 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം, യഹോവ തന്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് ഇറങ്ങി ഭൂമിയുടെ ഉന്നതികളിൽ മേൽ നടകൊള്ളുന്നു. ഞാൻ ഒന്നുകൂടെ ആ വേദഭാഗം വായിക്കുന്നു. യഹോവ തന്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് ഇറങ്ങി ഭൂമിയുടെ ഉന്നതികളിൽ മേൽ നടകൊള്ളുന്നു. ദൈവമേ, നിന്നോട് സമനായ ദൈവം ആരുള്ളൂ എന്ന് ചോദിപ്പാൻ, എന്ന് പറയാൻ തക്കവണ്ണം മീഖായെ പ്രാപ്തമാക്കിയ 1-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, മീഖായുടെ ദൈവം, അർത്ഥാൽ ഞാനും നിങ്ങളും ആരാധിക്കുന്ന സർവശക്തനായ ദൈവം, ജീവനുള്ള ദൈവം, ഏക സത്യ ദൈവമായ ദൈവം, അവൻ ഇരിക്കുന്നിടത്ത് ഇരിക്കുന്നവൻ മാത്രമല്ല, അവൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ദൈവമാണ്. മീഖ മനസ്സിലാക്കിയ അനേക ദൈവങ്ങൾ അത് ഇരിക്കുന്നിടത്ത് ഇരിക്കത്തേ ഉള്ളൂ. അതിന് സങ്കീർത്തനക്കാരൻ അതിനെ കുറിച്ച് പറയുന്നത്, കാലുണ്ടെങ്കിലും നടക്കാൻ പറ്റുന്നില്ല, കൈയുണ്ടെങ്കിലും ചലിപ്പിക്കാൻ പറ്റുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണാൻ പറ്റുന്നില്ല, എവിടെയെങ്കിലും ഒരു സ്ഥലത്തിരുന്നാൽ അവിടെ ഇരിക്കുകയുള്ളൂ. ആ ദൈവത്തെ കാണണമെങ്കിൽ ദൈവം ഇരിക്കുന്നിടത്ത് ചെല്ലണം. പക്ഷേ മീഖായുടെ ദൈവം, ഇന്ന് രാത്രി നമ്മുടെ ദൈവം, ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം, അവൻ ഇരിക്കുന്നിടത്ത് ഇരിക്കുന്നവൻ മാത്രമല്ല, അവൻ ഇറങ്ങി വരുന്ന ദൈവം കൂടെയാണ്. മീഖ പറയാണ്, അവൻ തന്റെ സ്ഥലത്ത് നിന്ന് ഇറങ്ങി പുറപ്പെട്ടു വരുന്ന ദൈവമാണ്. അല്ലെങ്കിൽ ഒരു വലിയ ആത്മീയ ചിന്ത, എന്നെ ധൈര്യപ്പെടുത്തുന്ന വലിയ ഒരു ഭാഗമാണത്. നമ്മുടെ ദൈവം ഇറങ്ങി വരുന്ന ദൈവമാണ്. സങ്കീർത്തനം വായിക്കുന്നുണ്ട്, തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, ദൈവം തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. ദൈവം തന്റെ സിംഹാസനം വെച്ചിരിക്കുന്നത്
സ്വർഗത്തില. പക്ഷേ തന്റെ മക്കൾക്ക് വേണ്ടി അവൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ദൈവമാണ്. ഇന്ന് രാത്രിയിൽ കർത്താവ് നമുക്ക് തന്ന ഒരു വാഗ്ദത്തമുണ്ട്. 2 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. ഈ രാത്രി സൂമിൽ നാം പലയിടങ്ങളിലാണ് ആയിരിക്കുന്നതെങ്കിലും നമ്മോട് കൂടെയുള്ള ദൈവ സാന്നിധ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി കരേറ്റാം. ഞാൻ ഇന്ന് രാത്രി വചനം ഇങ്ങനെ പറയട്ടെ, നമ്മുടെ ദൈവത്തെ മറ്റു ദൈവങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഘടകം എന്ന് പറയുന്നത് അവൻ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണ്. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും കർത്താവ് ഇറങ്ങി വന്ന ദൈവം ഇറങ്ങി വന്ന ഒരുപാട് സംഭവങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുമെങ്കിലും 2 വേദഭാഗങ്ങൾ, പഴയ നിയമത്തിൽ നിന്ന് ഒരു വേദഭാഗവും പുതിയ നിയമത്തിൽ നിന്ന് ഒരു വേദഭാഗവും, ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഇറങ്ങി വന്ന വേദഭാഗം നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. പരിചയമുള്ള വേദഭാഗമാണ്, നാം പലപ്പോഴും കേട്ടിട്ടുള്ളത്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങളിൽ നമുക്ക് വളരെ പരിചിതമായ വേദഭാഗമാണല്ലോ. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ളവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് വിടിവിപ്പാനും ആ ദേശത്തു നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, എബ്യൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ദൈവം പറയുക, ഞാൻ ഇറങ്ങി വന്നിരിക്കുന്ന പശ്ചാത്തലം നമുക്ക് നന്നായിട്ട് അറിയാം. മിസ്രയീമിന്റെ അടിമത്തത്തിലായിരുന്ന ജനം വളരെ കഷ്ടപ്പെട്ട് നിലവിളിച്ച് സങ്കടങ്ങൾ ആരോടും പറയാൻ കഴിയാതെ ഓരോ ദിവസം ചെല്ലും തോറും അവരുടെ മേലുള്ള കഷ്ടത വർദ്ധിച്ചു വരുന്ന സാഹചര്യം. അവരെ കഷ്ടതയുടെ നടുവിൽ ദൈവത്തോട് നിലവിളിക്കുകയാണ്. ആമേൻ. കഷ്ടതയുടെ നടുവിൽ അവർ സങ്കടങ്ങളെ ദൈവത്തോട് പറയുകയാണ്. ആമേൻ. നാളുകൾ അവർ ദൈവത്തോട് നിലവിളിച്ചു. ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായി മോശയെ വിളിച്ചിട്ട് പറയുകയാണ്, ഇതാ ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഇറങ്ങി വന്ന് എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടിട്ട്, എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു, എന്റെ ജനത്തിന്റെ സങ്കടം ഞാൻ അറിഞ്ഞു. അവരെ വിടുവിപ്പാൻ, അവരെ ആമേൻ വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോകുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവമക്കളെ, നമ്മുടെ ദൈവം എത്ര വലിയവനാണ്. അവൻ നമ്മുടെ കഷ്ടത കാണുന്ന ദൈവമാണ്. അവൻ നമ്മുടെ സങ്കടങ്ങളെ അറിയുന്ന ദൈവമാണ്. ഒരുപക്ഷെ ആമേൻ നിങ്ങൾ ഈ സൂമിൽ സംബന്ധിക്കുന്നവരുടെ വിഷയങ്ങൾ എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് പരസ്പരം ചിലതെല്ലാം പ്രാർത്ഥന വിഷയങ്ങൾ പങ്കുവെച്ചിട്ടുണ്ടാകാം. എന്നാൽ എല്ലാവരുടെ എല്ലാ സങ്കടങ്ങളും എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ നമ്മുടെ ഓരോ നെടുവീർപ്പിന്റെ ശബ്ദങ്ങളും അറിയുന്ന, നമ്മുടെ ഹൃദയത്തിന്റെ വേദനകൾ അറിയുന്ന, നമ്മുടെ സങ്കടങ്ങളെ അറിയുന്ന ഒരുവനുണ്ട്. അവൻ നാം സേവിക്കുന്ന ദൈവമാണ്. മീഖ വിളിച്ചു പറയുന്നു, നിന്നോട് സമനായ ഒരു ദൈവം വേറെ ആരുണ്ടെന്ന് പറയാൻ മീഖായെ പ്രാപ്തമാക്കിയ ഘടകം എന്റെ സങ്കടങ്ങളെ അറിയുന്ന ദൈവം, എന്റെ കഷ്ടത കാണുന്ന ദൈവം, എന്റെ നിലവിളി കേൾക്കുന്ന ദൈവം. കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവൻ മാത്രമല്ല ദൈവം പറയുക, ഞാനിതാ ഇറങ്ങി വന്നിരിക്കുന്നു. ഈ രാത്രി ഞാൻ ദൂതായി ദൈവജനത്തോട് വിളിച്ചു പറയട്ടെ, ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ദൈവമക്കളെ, നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ആമേൻ. തക്ക സമയത്ത് അവൻ നമുക്ക് വേണ്ടി ഇറങ്ങി വരും. പുതിയ നിയമത്തിൽ ഒരു വേദഭാഗം കൂടെ അതിനുള്ള ബന്ധത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം, ആമേൻ, 6-ാം അധ്യായം. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 45 മുതലുള്ള വാക്യങ്ങൾ. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 45 മുതലുള്ള വേദഭാഗങ്ങൾ. ഒരു വലിയ അത്ഭുതത്തിന് ശേഷം 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച, 5000 എന്ന് പറയുന്നത് പുരുഷന്മാരാ, സ്ത്രീകളും കുട്ടികളും അടക്കം വലിയ ഒരു സംഖ്യ ഉണ്ട്. അങ്ങനെ ഒരു അത്ഭുതത്തിന് ശേഷം യേശു തൻ്റെ ശിഷ്യന്മാരെ പടക് കയറി അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിക്കുകയാണ്. അവരക്കരയ്ക്ക് പോകുന്ന സമയം അവിടെ നാം ഇങ്ങനെ വായിക്കുന്നത്, യേശു അവരെ നിർബന്ധിച്ചു.
എന്ന് വെച്ചാൽ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പടകേറി അക്കരയ്ക്ക് പോകുക. ശിഷ്യന്മാർ ആ സമയത്ത് പറഞ്ഞാണ്, കർത്താവെ, ഞങ്ങളൊരു വലിയ ശുശ്രൂഷ കഴിഞ്ഞിട്ടിരിക്കുകയാണ്, ഞങ്ങൾക്കൊരു അല്പം റെസ്റ്റ് തരണം, ഞങ്ങൾക്ക് ഒരല്പം വിശ്രമം, ഇന്ന് രാത്രി ഞങ്ങളൊന്ന് കിടന്ന് ഉറങ്ങിക്കോട്ടെ, അല്ലെങ്കിൽ നാളെ പോയിക്കോളാം എന്നൊക്കെ അവര് പറഞ്ഞു. പക്ഷെ കർത്താവ് അവരെ നിർബന്ധിച്ചു, പറ്റത്തില്ല, നിങ്ങളിപ്പോൾ തന്നെ പോയേ മതിയാകുകയുള്ളൂ. ആ ശുശ്രൂഷ കഴിഞ്ഞ ഒരു അല്പം പോലും റെസ്റ്റ് കിട്ടാതെ അവരടുത്ത ദേശത്തേക്ക് കർത്താവിന്റെ വാക്കനുസരിച്ച് കടന്നു പോവുകയാണ്. നാം വായിക്കുന്നത് അതിന്റെ 46-ാമത്തെ വാക്യം. അവരെ പറഞ്ഞയച്ച് വിട്ട ശേഷം യേശു പ്രാർത്ഥിപ്പാൻ മലയിലേക്ക് പോയി. വൈകുന്നേരമായപ്പോൾ പടക് കടലിന്റെ നടുവിലും താൻ ഏകനായി കരയിലുമായിരുന്നു. 48-ാമത്തെ വാക്യം. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ട് വലിച്ചു വലയുന്നത് അവൻ കണ്ട് ഏകദേശം രാത്രി 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്ന് അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു. നാം കേട്ടിട്ടുള്ള വേദഭാഗം. ശിഷ്യന്മാരെ കർത്താവ് നിർബന്ധിച്ച് അക്കരയ്ക്ക് അയക്കുകയാണ്. അവർക്ക് പോകാൻ മനസ്സുണ്ടായിരുന്നില്ല. പക്ഷേ യേശുവിന്റെ നിർബന്ധത്തിന് വഴങ്ങി അവർ യാത്ര പുറപ്പെട്ടു. വൈകുന്നേരമായപ്പോൾ കടലിൽ നിന്ന് പടക് ഏകദേശം കടലിന്റെ നടുക്കടലിലേക്കായി. യേശു ശിഷ്യന്മാരെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാനായി മലയിലേക്ക് കയറിപ്പോയി. നാം വായിക്കുന്നത്, ആമേൻ, കാറ്റ് പ്രതികൂലമായി. കാറ്റ് പ്രതികൂലമായി. ആ തിരമാലകൾ പടകിന് നേരെ ആഞ്ഞടിക്കുകയാണ്. ശിഷ്യന്മാർ തങ്ങൾക്ക് അറിയാവുന്നത് പോലെ എല്ലാം അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ആ കാറ്റിനെ ഒഴിഞ്ഞു പോകാൻ പരിശീലനം ലഭിച്ച് അവർ തങ്ങളാൽ ആവതെല്ലാം ചെയ്യുന്നുണ്ട്. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? പക്ഷേ അവർ തണ്ട് വലിച്ച് വലയുവാനിടയായി. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ട് വലിച്ച് വലഞ്ഞു. ഇനി മുൻപോട്ട് പോകാൻ അല്പം പോലും കഴിയില്ലെന്ന് മനസ്സിലായി. ഇനി ഈ പടകിനെ മുൻപോട്ട് നയിക്കാൻ അവർക്ക് ശരീരത്തിൽ ഒട്ടും ആരോഗ്യമില്ല, അവരാകെ ബലഹീനരായി എന്ന് മനസ്സിലായ സമയത്ത് അവിടെ എഴുതിയിരിക്കുകയാണ്, രാത്രിയുടെ 4-ാം യാമത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന യേശു കടലിന്റെ മീതെ നടന്ന് അവരുടെ അടുക്കിലേക്ക് വരുവാനിടയായി തീർന്നു. ഈ രാത്രി ഞാൻ ദൈവജനത്തോട് ഓർമ്മിപ്പിക്കട്ടെ, ഞാൻ നിങ്ങൾ സേവിക്കുന്ന ദൈവം നമ്മുടെ കഷ്ടത കാണാതിരിക്കുന്നവനല്ല, നാം തണ്ട് വലിച്ചു വലയുന്നത് കാണാതിരിക്കുന്നവനല്ല. ആമേൻ. നമ്മുടെ ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ, കഷ്ടത നിറഞ്ഞ സാഹചര്യങ്ങളിൽ അവൻ നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമാണ്. ഈ രാത്രി ഞാൻ ചിലരോടായി ദൂത് വിളിച്ചു പറയട്ടെ. ആമേൻ. ഒരുപക്ഷെ നീ വാലിയുന്നുണ്ടാകാം, ഒരുപക്ഷെ നീ ഭാരപ്പെടുന്നുണ്ടാകാം. ആമേൻ. നീ എങ്ങനെ മുൻപോട്ട് കാര്യങ്ങളെന്ന് ഒരുപക്ഷെ നീ ചിന്തിക്കുന്നുണ്ടാകാം. ഈ രാത്രി ഞാൻ ആത്മാവിലെ വചനത്തിന്റെ സ്ഥാനത്തിൽ വിളിച്ചു പറയുന്നു, ഇന്നല്ലെങ്കിൽ നാളെ ആമേൻ കർത്താവിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ സഹായിപ്പാനിടയായി തീരും. നീ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ, നീ നനയ്ക്കാത്ത സാഹചര്യങ്ങളിലൂടെ, നീ ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ അവൻ എന്നെ സഹായിപ്പാനായിട്ട് ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ് ഈ രാത്രി മീഖ ആരാധിക്കുന്ന ദൈവം, നമ്മുടെ ദൈവം. എത്ര പേർക്ക് അങ്ങനെ പറയാൻ കഴിയും? എന്റെ ദൈവം മറ്റ് ദൈവങ്ങളുടെ കൂട്ടത്തിലുള്ളവനല്ല, അവൻ അതുല്യനായ ദൈവമാണ്. കാരണം എന്റെ സങ്കടങ്ങളെ അറിയുന്നവൻ, എന്റെ നിലവിളി കേൾക്കുന്നവൻ, എന്റെ കഷ്ടത കാണുന്നവൻ, അവൻ എന്നെ വിടിവിപ്പാൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. അധൈര്യപ്പെട്ട് മനസ്സ് കലങ്ങി ആരെങ്കിലും ഈ വചനത്തിന്റെ മുൻപിലായിരിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ ധൈര്യത്തിനായി വിളിച്ചു പറയട്ടെ, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വിളിച്ചു പറയട്ടെ, രാത്രിയുടെ 4-ാം യാമത്തിലും ഇറങ്ങി വരാൻ കഴിയുന്ന ദൈവത്തിന് ആമേ നമ്മുടെ അടുക്കൽ വരാൻ കഴിയും. നിശ്ചയമായും അവൻ ഇറങ്ങി വരിക തന്നെ ചെയ്യും. മീഖ പറയുന്നു, യഹോവ തന്റെ സ്ഥലത്ത് നിന്ന് ഇറങ്ങി പുറപ്പെട്ട് വരുന്ന ദൈവമാണ്. ഈ ദിവസങ്ങളിൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ ചെയ്യട്ടെ. അതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവം വരുന്നത് നമ്മുടെ സമയത്തല്ല. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, അവൻ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ നിങ്ങൾ കാണിരിപ്പീൻ. കർത്താവ് നമ്മുടെ അടുക്കലേക്ക് വരുന്നത് നമ്മുടെ സമയത്തല്ല.
ആമേൻ, ഹല്ലേലൂയ. തീത്തോസിന്റെ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, തക്ക സമയത്ത് അവൻ തന്റെ പ്രത്യക്ഷത വരുത്തും. ഹല്ലേലൂയ. ദൈവത്തിന് എല്ലാറ്റിനും ഒരു സമയമുണ്ട് കേട്ടോ. ആമേൻ. ഹബക്കൂക്ക് പ്രവാചകൻ വിളിച്ചു പറയുന്നുണ്ട്, ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു, അത് സമാധിയിലേക്ക് ബന്ധപ്പെടുന്നു, നീ അതിനായി കാത്തിരിക്ക, അത് വൈകിയാലും വരും നിശ്ചയം. ആമേൻ. സമയം തെറ്റത്തില്ല. നമ്മൾ പ്രതീക്ഷിച്ച സമയം തെറ്റിയിരിക്കാം, നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയം ഒരുപക്ഷെ കഴിഞ്ഞു പോയിരിക്കാം, എന്നാൽ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സമയം അത് തെറ്റത്തില്ല. ഈ രാത്രി ഞാൻ ആരോടോ ദൂത് വിളിച്ചു പറയുന്നു, പ്രാർത്ഥിക്കുന്ന സഹോദരിമാരെ, പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, ദൈവത്തിന്റെ സമയത്ത് അവൻ നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരും. ഈ രാത്രി വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ഹല്ലേലൂയ. നാം സേവിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതുല്യനായ ദൈവമെന്ന് മീഖ തന്റെ ദൈവത്തെ കുറിച്ച് പറയാൻ തന്നെ പ്രാപ്തമാക്കിയ ഒന്നാമത്തെ ഘടകം, അവൻ ഇരിക്കുന്നിടത്ത് ഇരിക്കുന്നവനല്ല, ഇറങ്ങി വരുന്ന. എത്ര അനുഭവങ്ങള് വേദപുസ്തകത്തിലൂടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഞാൻ 2 ഭാഗങ്ങൾ മാത്രമാണ് ഓർമ്മിപ്പിച്ചത്. ഞാൻ മറ്റൊരു ചിന്തയിലേക്ക് കൊണ്ടുപോകട്ടെ. 2-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. 2-ാം അധ്യായം, മീഖായുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. തകർക്കുന്നവൻ അവർക്ക് മുൻപായി പുറപ്പെടുന്നു, അവർ തകർത്ത് ഗോപുരത്തിൽ കൂടി കടക്കുകയും പുറപ്പെടുകയും ചെയ്യും. അടുത്തത് ശ്രദ്ധിക്കണമേ, അവരുടെ രാജാവ് അവർക്ക് മുൻപായും യഹോവ അവരുടെ തലയ്ക്കലും നടക്കും. അവരുടെ രാജാവ് അവർക്ക് മുൻപായും യഹോവ അവരുടെ തലയ്ക്കലും നടക്കും. ദൈവമേ, നിന്നോട് സമനായ ഒരു ദൈവം ആരുള്ളൂ എന്ന് പറയാൻ മീഖായെ പ്രാപ്തമാക്കിയ ഈ അറിവ് ഈ രാത്രി നമ്മുടെ എല്ലാം ഉള്ളത്തെ ഭരിക്കണം. ഞാൻ സേവിക്കുന്ന ദൈവം ആരാണ്? അവൻ എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്നവൻ മാത്രമല്ല, എന്റെ മുൻപിൽ നടക്കുന്നവനാണ്. എന്റെ മുൻപിൽ നടക്കുന്നവനാണ്. ഹല്ലേലൂയ. എന്റെ മുൻപിൽ നടക്കുന്നവൻ. രാത്രി എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. ഞാൻ സേവിക്കുന്ന ദൈവം ഇറങ്ങി വരുന്നവൻ തകർക്കുന്നവൻ അവർക്ക് മുൻപായി പുറപ്പെടുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമ്മുടെ മുൻപിൽ പുറപ്പെടുമ്പോൾ വെറുതെ അവൻ അങ്ങ് പുറപ്പെടുകയല്ല, അവൻ തകർക്കുന്ന രാജാവായിട്ട് അവൻ നമ്മുടെ മുൻപിൽ നടകൊള്ളുന്നത്. തകർക്കുന്ന രാജാവായി. 2 വേദഭാഗങ്ങൾ, ഒന്ന് പഴയ നിയമത്തിൽ നിന്നും ഒന്ന് പുതിയ നിയമത്തിൽ നിന്നും 2 വേദഭാഗങ്ങൾ. ഇതിനുള്ള ബന്ധത്തിൽ ഞാൻ ദൈവജനത്തെ ഓർമ്മിപ്പിക്കട്ടെ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 1 മുതലുള്ള വേദഭാഗങ്ങൾ നമുക്ക് വളരെ പരിചയമുള്ള വേദഭാഗമായിരിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ നാം വായിക്കുകയാണ്. യഹോവ തന്റെ അഭിഷിക്തനായ കോരശനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്ര വാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിന്റെ ദൈവം തന്നെയെന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും അറിയിച്ചു തരും. തകർക്കുന്നവൻ അവർക്ക് മുൻപായി പുറപ്പെടുകയാണ്. മീഖ ആരാധിക്കുന്ന ദൈവം, ആ ദൈവത്തെ കുറിച്ച് മീഖായിക്ക് ഒരു കാര്യം മനസ്സിലായി. ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം, എന്റെ രാജാവ് എനിക്ക് മുൻപേ നടക്കുകയാ. ആമേൻ. എനിക്ക് മുൻപേ അവൻ നടക്കുന്നെങ്കിൽ അവൻ വെറുതെയല്ല നടക്കുന്നത്. നമുക്ക് മുൻപേ ഉള്ള സകല താമ്ര കഥകളെയും തകർത്തുകൊണ്ട് സകല ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് കളഞ്ഞുകൊണ്ടാണ് അവൻ എനിക്കും നിങ്ങൾക്കും മുൻപായി നടക്കുന്നത്. ഇവിടെ അഭിഷിക്തനായ കോരശനോട് യെശയ്യാ പ്രവാചകൻ ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയുന്നു, ഞാൻ നിന്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുകയായി. യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാട് കോരശനോട് പറയുകയാണ്, ഞാൻ നിന്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുകയാ. ഞാൻ
വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും. ഹല്ലേലൂയ. ഞാൻ നിന്റെ വലം കൈ പിടിച്ച് ഞാൻ നിനക്ക് മുൻപായി പോകുകയാണ്. ആമേൻ. നിനക്ക് മുൻപേ ഉള്ള താമര വാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഞാൻ ഖണ്ഡിച്ച് കളയും. ഈ രാത്രി വിശ്വസിക്കുക ദൈവമക്കളെ. ആമേൻ. ഒരുപക്ഷെ വലിയ പ്രതിസന്ധികൾ, വലിയ പ്രതികൂലങ്ങൾ പിശാച് നമ്മുടെ മുൻപിൽ കൊണ്ടുവന്നിട്ടേക്കാം. എന്നാൽ ഒരുവൻ നമുക്ക് മുൻപായി നടകൊള്ളുന്നുണ്ട്. ഹല്ലേലൂയ. ഒരുവൻ നമുക്ക് മുൻപായി നടകൊള്ളുന്നുണ്ട്. ചെങ്കടൽ കരയിൽ വന്ന മോശ അല്പം ഭയപ്പെട്ടു പോയി, അല്പം ഭാരപ്പെട്ടു പോയി. ആമേൻ. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം മോശയ്ക്കെതിരെ ആമേൻ പെറുപെറുക്കുവാൻ തുടങ്ങി. നീ ഞങ്ങളെ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്ന് കൊല്ലുവാൻ വേണ്ടിയാണോ കൊണ്ടുവന്നത് എന്നെല്ലാം ചോദിച്ച് മോശയ്ക്ക് നേരെ ഇസ്രായേൽ മക്കൾ പെറുപെറുക്കുവാൻ തുടങ്ങി. ആമേൻ. ഇസ്രായേൽ മക്കൾ നോക്കിയപ്പോൾ ഇത് ഫറവോനും സൈന്യവും ശക്തിയോടെ, സർവശക്തിയോടെ പുറപ്പെട്ടു വരുന്നു. മുൻപിൽ വഴി കാണാതെ അവരുടെ മുൻപിൽ ചെങ്കടല. ഹല്ലേലൂയ. മോശയും അല്പം ഭയപ്പെട്ടു പോയി. പക്ഷെ ദൈവം മോശയോട് പറയുകയാണ്, മോശേ, നീ എന്തിനാണ് നിലവിളിക്കുന്നത്? നീ എന്തിനാണ് ഭയപ്പെടുന്നത്? നിന്റെ കയ്യിലുള്ള വടി സമുദ്രത്തിന് നേരെ നീട്ടുക. ഹല്ലേലൂയ. രാത്രി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, പ്രതികൂലങ്ങളെ കണ്ടിട്ട്, മുൻപിലുള്ള ചില തടസ്സങ്ങളെ കണ്ടിട്ട്, ചില താമ്ര കഥകളെ കണ്ടിട്ട്, അടഞ്ഞിരിക്കുന്ന ചില വാതിലുകളെ കണ്ടിട്ട് ഭാരപ്പെടുന്ന ആരെങ്കിലും ഇന്ന് രാത്രി വചനം കേൾക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോടായി വചനത്തിലൂടെ ദൂത് വിളിച്ചു പറയട്ടെ. എന്റെയും നിങ്ങളുടെയും ദൈവം, നാം സേവിക്കുന്ന ദൈവം നമുക്ക് മുൻപായി നടകൊള്ളുന്ന ദൈവമാണ്. അവൻ നമുക്ക് മുൻപായി പോകുമെങ്കിൽ ഒരു കഥകൾക്കും നമ്മുടെ മുൻപിൽ അടയുവാൻ കഴിയത്തില്ല. ഒരു വാതിലിനും നമ്മുടെ മുൻപിൽ അടഞ്ഞിരിപ്പാൻ കഴിയത്തില്ല. ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. എത്ര പേരെന്ന് രാത്രി ഈ ദൂത് വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യും? മുൻപിലുള്ള താമ്ര കഥകളെ തകർക്കുവാൻ, ആമേൻ, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, നമുക്ക് മുൻപിൽ നടകൊള്ളുന്ന രാജാതിരാജാവിന് കരങ്ങൾ ഉയർത്തി നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ നമുക്ക് മുൻപായി നടകൊള്ളുന്ന ദൈവമാണ്. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 1 മുതലുള്ള വേദഭാഗങ്ങൾ. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വേദഭാഗങ്ങൾ നമുക്ക് വളരെ പരിചിതമായ വേദഭാഗമാണ്. താങ്ക് യു ജീസസ്. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാമോ? നെറ്റ് പ്രശ്നങ്ങളില്ലല്ലോ? ഇല്ല പാസ്റ്റർ, കേൾക്കാം. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ. ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിന്റെ അമ്മ മറിയും ശലോമയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി. ആഴ്ചവത്തിന്റെ 1-ാം നാൾ അതികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആർ കല്ല് ഉരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ നോക്കിയാറെ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. ഈ വേദഭാഗം വളരെ പരിചിതമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടക്കം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ്, ആമേൻ, 3-ാം ദിവസം ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ യേശുവിന്റെ ആ മൃതശരീരത്തിൽ പൂശുവാൻ സുഗന്ധവർഗവുമായിട്ട് കല്ലറയുടെ അടുക്കിലേക്ക് നീങ്ങുന്ന സഹോദരിമാർ, പ്രൈസ് ദി ലോർഡ്, അവർ നടന്നു പോകുമ്പോൾ തമ്മിൽ സംസാരിച്ചു, നമുക്ക് വേണ്ടി ആര് കല്ല് ഉരുട്ടിക്കളയും? കാരണം അവർക്കറിയാം, അവർ ആ കല്ല് കണ്ടതാണ്. യേശുവിനെ അടക്കിയ കല്ലറ അവർ കണ്ടതാണ്. ആ കല്ലറയുടെ മുൻപിൽ ഒരു വലിയ കല്ല് വെച്ചിട്ടുണ്ട്. മാത്രമല്ല, റോമൻ ഗവൺമെന്റിന്റെ പടയാളികൾ ആ കല്ലറയ്ക്ക് കാവൽ നിൽക്കുന്നുണ്ട്. റോമൻ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്ര അതിൽ പതിച്ചിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഈ ബലഹീനമായ സഹോദരിമാർക്ക് ഇതിനെ ഒന്നും തരണം ചെയ്യാൻ കഴിയത്തില്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അവർ തമ്മിൽ ചോദിക്കുകയാണ്, അവർ തമ്മിൽ പറയുകയാണ്, നമുക്ക് വേണ്ടി ആര് കല്ലുരുട്ടിക്കളയും? ആമേൻ. യേശുവിന്റെ ശിഷ്യന്മാര്, ആരോഗ്യമുള്ള സഹോദരന്മാര്, അവർ പേടിച്ച് റൂമിനകത്താണ്. ഹല്ലേലൂയ. നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ, മറ്റൊരാളെ സഹായത്തിന് കിട്ടാനില്ല. ഈ കല്ലൊന്ന് ഉരുട്ടി മാറ്റാൻ ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ വരാനില്ല. ആര് നമുക്ക് വേണ്ടി കല്ലുരുട്ടിക്കളയും? ഈ സഹോദരിമാരെ സംബന്ധിച്ചോളം ഒരിക്കലും അവർക്ക് തനിയെ സാധ്യമല്ല. പക്ഷേ അവർ ആ പ്രതിസന്ധി അവഗണിക്കാതെ
അവഗണിക്കാതെ, ആ കല്ലിനെ അവഗണിക്കാതെ, ആ പ്രതിസന്ധിയെ വകവയ്ക്കാതെ, അതിനെ ആ ചിന്താഗതിയെ അവഗണിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ മുൻപോട്ട് വെക്കുകയാണ്. ഹല്ലേലൂയ. അവർ ധൈര്യസമേതം ആ കല്ലറ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അവർ കണ്ട കാഴ്ച കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു. ഈ രാത്രി എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, ആമേൻ, ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കൂ, ആരെനിക്ക് വേണ്ടി പ്രവർത്തിക്കൂ, ആരെന്റെ പ്രശ്നത്തിന് പരിഹാരകനായി ഇറങ്ങി വരും, എന്നെ സഹായിപ്പാൻ ആര് വരും? ഈ രാത്രി ഞാൻ ദൂതായി വിളിച്ചു പറയട്ടെ, ആരും വന്നില്ലെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികൾ, നമ്മൾ പ്രതീക്ഷിക്കുന്നവർ ഒരുപക്ഷെ നമ്മെ സഹായിപ്പാൻ വന്നില്ലെങ്കിലും നമ്മുടെ മുൻപിൽ നടകൊള്ളുന്ന ഒരുവനുണ്ട്. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. ഏത് പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ, ഏത് തമരക്കഥകളെ തകർക്കുവാൻ, ഏത് കല്ലിനെ ഉരുട്ടി മാറ്റാൻ ഒരുവൻ നമ്മുടെ മുൻപിൽ നടകൊള്ളുന്നുണ്ട്. ഈ രാത്രി എത്ര പേര് ആ ദൈവത്തിന് മഹത്വം കൊടുക്കും? ആമേൻ. മീഖ വിളിച്ചു പറയുന്നു, അവരുടെ ദൈവം അവിടെ മുൻപിൽ, അവിടെ രാജാവ് അവിടെ തലക്കൽ നടക്കുകയോ. ഈ രാത്രി എനിക്ക് നിങ്ങൾക്ക് മുൻപിൽ നടക്കുന്ന രാജാവിനെ കണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുക. പ്രതിസന്ധികളെ വകവെക്കാതെ, കല്ലുകളെ കണ്ട് ആമേൻ നിരാശപ്പെടാതെ ധൈര്യമായി നമുക്ക് മുൻപോട്ട് പോകാം. കല്ലുരുട്ടിക്കളയാൻ ദൈവം സർവശക്തനായി നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. മീഖ വിളിച്ചു പറയുന്നു, ആമേൻ, തകർക്കുന്നവൻ അവർക്ക് മുൻപായി പുറപ്പെടുകയാണ്. അവരുടെ രാജാവ് അവർക്ക് മുൻപിൽ, അവരുടെ ദൈവം അവിടുത്തെ. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് ദൂതിന്റെ മുമ്പിൽ സന്തോഷിപ്പാൻ കഴിയുന്നുണ്ട്? ആമേൻ. നമ്മുടെ ദൈവം നമ്മുടെ തലയ്ക്കൽ നടകൊള്ളുന്നു. ഇതുപോലെ ഒരു ദൈവം വേറെ ആരുണ്ട്? 3-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരട്ടെ. അതിന്റെ ഒരു വാക്യം 3-ാം അധ്യായത്തിൽ നിന്ന് അതിന്റെ 4-ാമത്തെ വാക്യമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ആ വാക്യം ഇങ്ങനെ വായിക്കുന്നു. മീഖയുടെ പുസ്തകം 3-ാം അധ്യായം 4-ാമത്തെ വാക്യം. അന്ന് അവർ യഹോവയോട് നിലവിളിക്കും, എന്നാൽ അവൻ അവർക്ക് ഉത്തരം അരുളുകയില്ല. അവർ ദുഷ്പ്രവൃത്തികളെ ചെയ്തതിന് ഒത്തവണ്ണം അവൻ ആ കാലത്ത് തന്റെ മുഖം അവർക്ക് മറയ്ക്കും. ശ്രദ്ധിക്കണമേ, മീഖ പറയുന്നു, ദൈവമേ, നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? ഒരുപാട് ദൈവങ്ങൾ, കോടിക്കണക്കിനായ ദൈവങ്ങളുണ്ട്. പക്ഷേ അവരിൽ നിന്നെല്ലാം മീഖയുടെ ദൈവം വ്യത്യസ്തനാണ്. എന്താണ് മീഖയുടെ ദൈവത്തെ വ്യത്യസ്തമാക്കുന്ന 3-ാമത്തെ ഘടകം ഇവിടെ പറയുന്നു? അന്ന് അവർ യഹോവയോട് നിലവിളിക്കും, എന്നാൽ അവൻ അവർക്ക് ഉത്തരം അരുളുകയില്ല. കാരണം അവർ ദുഷ്പ്രവൃത്തികളെ ചെയ്തതിനൊത്തവണ്ണം അവൻ ആ കാലത്ത് തന്റെ മുഖം അവർക്ക് മറയ്ക്കും. ദുഷ്പ്രവൃത്തികൾ ചെയ്തിട്ട് വന്നിട്ട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമല്ല മീഖയുടെ ദൈവം. എല്ലാ പ്രാർത്ഥനകളും ദൈവം കേൾക്കത്തില്ല. എല്ലാവരുടെ പ്രാർത്ഥനകളും ദൈവം കേൾക്കത്തില്ല. സദൃശവാക്യങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം 29-ാമത്തെ വാക്യം. യഹോവ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു, നീതിമാന്മാരുടെ പ്രാർത്ഥനയോ അവൻ കേൾക്കുന്നു. ദുഷ്ടത പ്രവർത്തിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമല്ല, സാക്ഷാൽ ജീവനുള്ള ദൈവം. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 25-26 വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞ ഒരു വചനമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവരോട് ക്ഷമിപ്പീൻ, അല്ലാഞ്ഞാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. അർത്ഥാൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നത്, ആമേൻ, നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ വിശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ്. ആമേൻ. 15-ാം സംഗീതം ഇങ്ങനെ വായിക്കുന്നുണ്ട്. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? യഹോവേ, നിന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? ആമേൻ. പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരുവന് നിൽക്കാൻ കഴിയണമെങ്കിൽ എല്ലാവർക്കും അങ്ങനെ ചെല്ലാൻ പറ്റത്തില്ല. എല്ലാവർക്കും ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലാൻ പറ്റത്തില്ല. ആമേൻ. എങ്ങനെ വായിക്കുന്നത്? നിഷ്കളങ്കനായി നടന്ന് നേർ പറയുന്നവൻ. ഹല്ലേലൂയ. ആ സങ്കീർത്തനത്തിന്റെ അനേക കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു.
ആഗ്രഹിക്കുന്നില്ല. ആമേൻ. വചനം പറയുന്നു, ആമേൻ, ആകൃത്യം ക്ഷമിക്കുന്ന ദൈവം, പാപം ക്ഷമിക്കുക. ദൈവസന്നിധിയിലേക്ക് നാം അടുത്തു വരുമ്പോൾ ദൈവത്തോട് പറയണം, ദൈവമേ, തിരുസന്നിധിയിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല, എങ്കിലും ആമേൻ എന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും കുറവുകൾ തിരുസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ഏതെങ്കിലും അകൃത്യങ്ങൾ അതൊന്നും എന്റെ മറുപടിക്ക് തടസ്സമാകാതിരിപ്പാൻ അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നിർമ്മല ഹൃദയത്തോടെ ആയിരുന്നു നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരേണ്ടത്. ദുഷ്ടത പ്രവർത്തിക്കുന്ന, ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവരുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമല്ല മീഖായുടെ ദൈവം. അമ്മ, നമുക്കറിയാം മറ്റനേക ദൈവങ്ങൾ എന്ത് ചെയ്തിട്ടും വന്ന് പ്രാർത്ഥിക്കാം, എന്ത് പറഞ്ഞിട്ടും വന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ സത്യ ദൈവത്തിന്റെ അടുക്കിലേക്ക് ആമേൻ വിശുദ്ധിയോടെ അടുത്ത് വരണം. യേശു പറഞ്ഞു, ആമേൻ, വചനം പറഞ്ഞു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരെ. ഇന്ന് രാത്രി പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന വത്സല സഹോദരിമാരോട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്താൻ തക്കവണ്ണം ഹൃദയങ്ങളെ നിർമ്മലീകരിക്കാം, ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കാം. ജീവിതത്തിന്റെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കർത്താവിനോട് നമുക്ക് അടുത്തിയെല്ലാം അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. 4-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധയെ കൊണ്ടുവരട്ടെ. 4-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. 4-ാം അധ്യായം മീഖായുടെ പുസ്തകം 4-ാം അധ്യായം 2-ാമത്തെ വാക്യം. അനേക വംശങ്ങളും ചെന്ന് വരുവീൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്കും കയറി ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ജനം പറയുകയാണ്, വരുവീൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്കും ഒന്ന് കയറി ചെല്ലാം. കാരണം അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരുന്ന ദൈവമാണ്. നാം അവന്റെ പാതകളിൽ നടക്കും. മീഖ ആരാധിക്കുന്ന ദൈവം മറ്റു ദൈവങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണ് എന്ന് പറയാൻ 4-ാമത്തെ കാരണം ഈ അധ്യായത്തിൽ പറയുന്നത്, ആമേൻ, ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്ന തന്റെ മക്കൾക്ക് വഴി ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വഴി ഉപദേശിച്ചു കൊടുക്കുന്നവൻ. ഞാൻ 2 വാക്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 20-21 വാക്യങ്ങൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം അതിന്റെ 20-21 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ആമേൻ. കർത്താവ് നിങ്ങൾക്ക്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 20-ാമത്തെ വാക്യം. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. അടുത്ത വചനം, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്ന ഒരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. ശ്രദ്ധിക്കുക, കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. ഇന്ന് രാത്രി നമ്മുടെ ഉപദേഷ്ടാവിനെ കാണുന്ന കണ്ണുകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. നമുക്ക് വഴി ഉപദേശിച്ചു തരുന്ന, ആമേൻ, നമുക്ക് വഴി കാണിച്ചു തരുന്ന വചനത്തിൽ ഇങ്ങനെ വായിക്കും, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു മകനെ, വഴി ഇതാകുന്നു മകളെ, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്ന ഒരു വാക്ക് നിന്റെ പുറകിൽ നിന്ന് കേൾക്കും. ഇന്ന് രാത്രി എത്ര പേര് ഇതിനോടകം ഈ വാക്ക് കേട്ടിട്ടുണ്ട്? എന്റെ ജീവിത അനുഭവത്തോട് ബന്ധത്തിൽ എനിക്ക് പറയുവാൻ കഴിയും. ആമേൻ. ഈ ദൈവം വഴി പറഞ്ഞു തരുന്ന ദൈവമാണ്. വഴി ഇതാകുന്നു മകനെ, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്ന ഒരു വാക്ക് നിന്റെ പിറകിൽ നിന്ന് കേൾക്കും. ഹല്ലേലൂയ. 32-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഹല്ലേലൂയ. നാം സേവിക്കുന്ന ദൈവം വഴി കാണിച്ചു തരുന്ന ദൈവമാ. ഒരു വാക്യം കൂടെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 18-19 വാക്യം. നമ്മളെപ്പോഴും ഉരുവിടുന്ന ഒരു വാക്യമാണ്, മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട,
പിൻപുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു, അത് ഇപ്പോൾ തന്നെ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ശ്രദ്ധിക്കണമേ, 30-ാം അധ്യായത്തിൽ നാം വായിച്ചത് വഴി ഇതാകുന്നു മകനെ, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്ന ഒരു വാക്ക് നിന്റെ പുറകിൽ നിന്ന് കേൾക്കും. സങ്കീർത്തനം 32 നാം ചിന്തിച്ചത് നമുക്ക് വഴി അവൻ ഉപദേശിച്ചു തരും. ഇവിടെ 43-ാം അധ്യായത്തിൽ കണ്ടത് വഴി അവൻ നമുക്ക് ഉണ്ടാക്കി തരുമെന്ന. ആമേൻ. എന്നെ വളരെ ധൈര്യപ്പെടുത്തുന്ന ഒരു വചനമാണ്. ചിലപ്പോഴെല്ലാം നമ്മുടെ മുൻപിൽ വഴി അടയപ്പെടാം, വഴി കാണത്തില്ല, എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് ഒരു വഴി കാണത്തില്ല. ആമേൻ. ചില മരുഭൂമി പോലുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരാം. പക്ഷേ യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നു, ഞാൻ മരുഭൂമിയിൽ വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഒരുക്കുന്ന ദൈവമാ. അതിന്റെ ആ തൊട്ടുമുള്ള വാക്യങ്ങളിൽ വൻ പെരുവെള്ളത്തിൽ പാതയുണ്ടാക്കുന്ന ദൈവമാ. ഈ രാത്രി ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ആരോടായി ഞാൻ ആ ദൂത് വിളിച്ചു പറയട്ടെ, നീ വഴി കാണാതെ ഭാരപ്പെടുകയാ. നാളുകളായി ആമേൻ വഴി കാണാതെ ഭാരപ്പെടുകയാ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൂതായി വിളിച്ചു പറയുന്നു, നീ കാണാത്ത വഴി, ആമേൻ, നിന്റെ മുൻപിൽ നീ അറിയാത്ത വഴി, നീ ഇതുവരെ മനസ്സിലാക്കാത്ത ചില വഴികൾ ദൈവം നിനക്ക് കാണിച്ചു തരുന്ന ദിവസങ്ങളാണ് മുൻപിലുള്ളത്. ചിലരോടായി ഞാൻ ആത്മാവിലെ ദൂത് വിളിച്ചു പറയട്ടെ, ചിലർക്കായി ദൈവം ചില പുതിയ വഴികൾ ഉണ്ടാക്കുന്ന ദിവസങ്ങളാണ് മുൻപിലുള്ളത്. നമ്മൾ അറിയത്തില്ല. ആമേൻ. ഹല്ലേലൂയ. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, നീ കാറ്റ് കാണത്തില്ല, നീ മഴ കാണത്തില്ല. ആമേൻ. യെഹോശഫാത്ത് രാജാവിനോട് പറയുന്നുണ്ട്, കാറ്റ് കാണത്തില്ല, മഴയും കാണത്തില്ല, പക്ഷേ നീയും നിന്റെ മൃഗവാഹനങ്ങളെ കുടിക്കേണ്ടതിന് ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയാൻ പോകുക. ആരോടോ ഈ രാത്രി ഞാൻ ദൂത് വിളിച്ചു പറയുക, ആര് ആമേൻ വഴി കാണാതെ ഒരു വഴി കാണാതെ ഭാരപ്പെടുകയാണോ? ഈ രാത്രി മീഖായുടെ ദൈവം നമ്മുടെ ദൈവം. ഇന്ന് രാത്രി പറ, മീഖായുടെ ദൈവം എന്റെ ദൈവം എനിക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവമാണ്, എനിക്ക് വേണ്ടി വഴി ഉണ്ടാക്കുന്ന ദൈവമാണ്. അവന്റെ വഴിയിൽ നാം നടക്കാൻ അവൻ നമുക്ക് വേണ്ടി വഴി ഉണ്ടാക്കി തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. മീഖ പറയുന്നു, ദൈവമേ, നിന്നോട് സമനായ ഒരു ദൈവം ആരുള്ളൂ? ഹല്ലേലൂയ. 5-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. 2-3 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ചിന്ത. 5-ാം അധ്യായം 15-ാമത്തെ വാക്യം, ഞാൻ ജാതികളോട് അവർ കേട്ടിട്ടില്ലാതെ വണ്ണം കോപത്തോടും ക്രോധത്തോടും കൂടെ പ്രതികാരം ചെയ്യും. ദൈവത്തിന്റെ അരുളപ്പാടുകളാകട്ടോ. ആമേൻ. മീഖായുടെ ദൈവം പ്രതികരിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. പ്രതികാരം ചെയ്യുന്ന ദൈവമാ. തന്റെ മക്കൾക്കെതിരെ നിൽക്കുന്ന വ്യക്തികളോട് ദൈവം പ്രതികാരം ചെയ്യും. റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും. അപ്പോസ്തലനായ പൗലോസ് റോമിലുള്ള വിശുദ്ധന്മാരോട് പറയുന്നുണ്ട്, സഹോദരന്മാരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ പ്രതികാരം ദൈവത്തിന് കൊടുപ്പീൻ. ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രതികാരം ചെയ്യും. ഹല്ലേലൂയ. ഞാൻ പ്രതികാരം ചെയ്യും. ഇന്ന് രാത്രി ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമ്മൾ ഒരിക്കലും പ്രതികരിക്കാൻ പോകരുത്. നമ്മൾ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. ആമേൻ. ഏത് വിഷയങ്ങളുടെ നടുവിലും നമ്മൾ മൗനമായിരുന്നാൽ മതി. പ്രതികരിക്കേണ്ടവൻ സമയത്ത് പ്രതികരിച്ചുകൊള്ളൂ. ആമേൻ. മീഖ ആരാധിക്കുന്ന ദൈവം, ആമേൻ, അവൻ ആരാണ്? അവൻ പ്രതികാരം ചെയ്യുന്ന ദൈവമാണ്. ഇതിനകത്ത് ഒരുപക്ഷെ ഈ ദൂതും ആരോടെങ്കിലുമൊക്കെ ആയിരിക്കും. ഞാൻ അതുകൊണ്ട് അത് വിളിച്ചു പറയുന്നത്, ആമേൻ, നമുക്കെതിരെ നിൽക്കുന്ന വ്യക്തികൾ ഉണ്ടായേക്കാം, നമ്മെ നിന്ദിക്കുന്ന, ആമേൻ, നമ്മെ ഉപദ്രവിക്കുന്ന, നമുക്ക് പ്രതികൂലമായി നിൽക്കുന്ന വ്യക്തികളൊക്കെ ഒരുപക്ഷെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. ഹന്നായെ കുറിച്ച് നമുക്കറിയാം. ആമേൻ. പെനീന എന്ന വ്യക്തി നിരന്തരം ഹന്നായെ ആമേൻ വേദനിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ്, നിരന്തരം ഹന്നായെ നിന്ദിച്ചുകൊണ്ട് നടക്കുകയാണ്. ആമേൻ. അവൾ സങ്കടപ്പെട്ട് സഹിക്കവയ്യാതെ ദൈവസന്നിധിയിലേക്ക് ചെന്ന് ഹൃദയം പകരാനിടയായി. ആമേൻ. ഞാൻ ഇന്ന് രാത്രി ഓർമ്മിപ്പിക്കട്ടെ, ഹല്ലേലൂയ, നിന്ന വാക്കുകളുടെ മുൻപിൽ, കുത്തുവാക്കുകളുടെ മുൻപിൽ, പരിഹാസങ്ങളുടെ മുൻപിൽ ആരെങ്കിലും ഇന്ന് രാത്രി ഭാരത്തോടെ ഈ വചനം കേൾക്കുന്നെങ്കിൽ
രാത്രിയിൽ വചനത്തിനു മുമ്പിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെ ദൈവം, നാം സേവിക്കുന്ന ദൈവം പ്രതികരിക്കുന്ന ദൈവമാണ്. നമ്മൾ ദൈവസ്ഥനിൽ ഹൃദയം പകർന്നാൽ മതി. നമ്മൾ ദൈവസന്നിധിയിൽ ഹൃദയം പകർന്നാൽ മതി. ഹല്ലേലൂയ. ദൈവം തക്ക സമയത്ത് വേണ്ടത് ചെയ്തുകൊള്ളും. ഹല്ലേലൂയ. ആമേൻ. 6-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധയെ കൊണ്ടുവരട്ടെ. 6-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യമാണ്. ആമേൻ. വളരെ പ്രധാനപ്പെട്ട ഒരു 6-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാ തൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? മീഖായുടെ ദൈവം, മീഖ മനസ്സിലാക്കിയ അനേക ദൈവങ്ങൾ ആളുകളോട് പലതും ചോദിക്കാറുണ്ട്. അതിന്റെ വെളിച്ചത്തിലാണ് ഇവിടെ ഇസ്രായേൽ മക്കൾ ചോദിക്കുന്നത്. അതിന്റെ 6-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. 6-ാമത്തെ വാക്യം. എന്തോന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നതനായ ദൈവത്തിനു മുമ്പിൽ കുമ്പിടേണ്ടു? ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാങ്ങളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? 1000 ആട്ടുകൊറ്റനിലും 10,000 തൈല നദിയിലും യഹോവ പ്രസാദിക്കുമോ? എന്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എൻ്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടി എൻ്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? അനേക ദൈവങ്ങൾ ചോദിക്കുന്നത് ഇതൊക്കെയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആദ്യജാതനെ ചോദിക്കുന്ന, ഉദരഫലത്തെ ചോദിക്കുന്ന, ആമേൻ, തൈല നദി ചോദിക്കുന്ന അനേക ദൈവങ്ങൾ ഉള്ളപ്പോൾ മീഖ വിളിച്ചു പറയുന്നു, ഞാൻ സേവിക്കുന്ന ദൈവം അവരിൽ ഒരുവനല്ല. ഹല്ലേലൂയ. ഞാൻ സേവിക്കുന്ന ദൈവം അവരിൽ ഒരാളെ പോലെയുള്ള ഒരു ദൈവമല്ല. ആമേൻ. 1000 തൈല നദികൾ കൊണ്ട് ചെന്നാൽ പ്രസാദിക്കുന്ന ഒരു ദൈവമല്ല മീഖായുടെ ദൈവം. ആമേൻ. ആദ്യജാതനെ കൊടുത്ത് പ്രസാദിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ, ആമേൻ, ഹോമയാഗങ്ങളും കാളക്കിടാക്കളെയും കൊണ്ട് അവന്റെ അടുക്കലേക്ക് ചെല്ലാമെന്ന് വിചാരിച്ചാൽ പ്രസാദിക്കുന്ന ഒരു ദൈവമല്ല ഈ ദൈവം. അങ്ങനെയൊക്കെയുള്ള അനേക ദൈവങ്ങളുണ്ട്. പക്ഷേ ആമേൻ, മീഖ ആരാധിക്കുന്ന ദൈവം, ജീവനുള്ള ദൈവം, സത്യമുള്ള ദൈവം പറയുന്നു, മനുഷ്യ, ഞാൻ നിന്നോട് ചോദിക്കുന്നത് 1000 തൈല നദികളല്ല. ഞാൻ നിന്നോട് ചോദിക്കുന്നത് ഹോമയാഗങ്ങളല്ല. ഞാൻ നിന്നോട് ചോദിക്കുന്നത് കാളക്കിടാവിനെ അല്ല, നിന്റെ ആദിജാതനെ അല്ല, നിന്റെ ഉദരഫലത്തെ അല്ല, മറിച്ച് ന്യായം പ്രവർത്തിക്കുക. ഹല്ലേലൂയ. ദയാ തൽപരനായിരിക്കുക. നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുക. ഇന്ന് രാത്രി എത്ര പേർക്ക് ദൂതും മനസ്സിലാകുന്നുണ്ട്? നമ്മുടെ ദൈവം പ്രസാദിക്കുന്നത് നാം അവന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുമ്പോഴാണ്. നമ്മുടെ ദൈവം പ്രസാദിക്കുന്നത് നാം അവന്റെ സന്നിധിയിൽ ദയാ തൽപരരായിരിക്കുമ്പോഴാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായി നടന്നാൽ, ആമേൻ, ദൈവത്തിന്റെ സന്നിധിയിൽ സൗമ്യതയുള്ളവരായി നടന്നാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അവൻ മറുപടി നൽകുവാനായിട്ടിടയായി തീരും. ആമേൻ. ലേഖനങ്ങളിലൊക്കെ നമുക്കത് കാണുവാനായി സാധിക്കുന്നുണ്ട്. ദൈവം തന്റെ ജനത്തോട് ചോദിക്കുന്നത് ആട്ടുകൊറ്റനെയോ കാളക്കിടാവിനെയോ ഒക്കറ്റിട്ടിരിക്കുന്ന പണത്തെയോ ഇതൊന്നുമല്ല, ഇതൊന്നും വേണ്ട എന്നല്ല. ദൈവത്തിന് ആമേൻ നാം കൊടുത്താൽ, വചനം ഇങ്ങനെ പറയുന്നു, എന്റെ നാമത്തിൽ 1 ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും കൊടുത്താൽ അതിനും പ്രതിഫലം ഇല്ലാതെ പോകത്തില്ല. ദൈവനാമത്തിന് വേണ്ടി ചെലവിടുന്നതിന് എല്ലാം പ്രതിഫലമുണ്ട്. പക്ഷേ അങ്ങനെ ചെലവിട്ടുകൊണ്ട് പ്രസാദിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ പ്രസാദിക്കുന്നവനല്ല നമ്മുടെ ദൈവം. നീ ദയാ തൽപരനായിരിക്കുക, നീ താഴ്മയുള്ളവനായിരിക്കുക, നീ സൗമ്യതയുള്ളവനായിരിക്കുക, നീ ദീർഘക്ഷമയുള്ളവനായിരിക്കുക, നീ സ്നേഹമുള്ളവനായിരിക്കുക. എന്നിട്ട് നീ കൊടുക്കുന്ന 1 ഗ്ലാസ് പച്ചവെള്ളമായാലും അതിനും പ്രതിഫലമുണ്ട്. ഈ രാത്രി എത്ര പേരത് മനസ്സിലാക്കുന്നുണ്ട്? നാം സേവിക്കുന്ന ദൈവം മറ്റ് ദൈവങ്ങളെ പോലെയല്ല. അവൻ തികച്ചും വ്യത്യസ്തനാണ്, അതുല്യനായ ദൈവം. ഈ രാത്രി കർത്താവിന്റെ ചോദ്യത്തിന് മുൻപിൽ അടിയനിതാ എന്ന് പറയാൻ ഈ വചനത്തിന് മേൽ എത്ര പേർ ദൈവമേ നിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാൻ, നിന്റെ സന്നിധിയിൽ ദയാ തൽപരനായിരിക്കാൻ എന്നെ ഇതാ സമർപ്പിക്കുന്നുവെന്ന് ഈ രാത്രി വചനത്തിന് മേൽ നമുക്ക് സമർപ്പിക്കാം. 7-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് മീഖയുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. നേരത്തെ നമ്മൾ ചിന്തിച്ചു 3-ാം അധ്യായത്തിൽ ദുഷ്പ്രവർത്തിക്കാർ, ദുഷ്ടത പ്രവർത്തിക്കുന്നവരുടെ പ്രാർത്ഥന കേൾക്കുന്നവനല്ല ഈ ദൈവം.
പക്ഷേ ഇവിടെ മീഖ വിളിച്ചു പറയുന്നു 7-ാം അധ്യായം 7-ാമത്തെ വാക്യം, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ, ആമേൻ. മീഖ പറയുന്നു, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എന്റെ ദൈവം ഞാൻ വിചാരിക്കുന്നത് ഈ ദിവസങ്ങളിൽ സഹോദരിമാർ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമൊക്കെയാ. ഹല്ലേലൂയ, ആമേൻ. ഈ സോമിൽ സംബന്ധിക്കുന്നവർ ഒരുപക്ഷെ നിങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആയിരിക്കാം. വചനത്തിന് വെളിച്ചത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്ന ദൈവം. ആമേൻ. അടുത്തിങ്ങനെയാ വായിക്കുന്നത്, എന്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്, വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. അടുത്ത വചനം പറയുന്നത്, ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കും, യഹോവ എന്റെ വ്യവഹാരം നടത്തി എനിക്ക് ന്യായം പാലിച്ചു തരുവോളം ഞാൻ അവന്റെ ക്രോധം വഹിക്കും. പ്രൈസ് ദി ലോർഡ്. യഹോവ നമ്മുടെ പ്രാർത്ഥന കേട്ട് ന്യായം പാലിച്ചു തരുന്ന ദൈവമാണ്. ഞാൻ അതിനെ ഇങ്ങനെ ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ വിഷയങ്ങൾ എത്ര വലുതുമാകട്ടെ, ആരാലും പരിഹരിപ്പാൻ കഴിയാത്ത വിഷയമാകട്ടെ, ആമേൻ, ദൈവം ചോദിക്കുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഈ രാത്രി സഹോദരിമാരെ ഞാൻ നിങ്ങളുടെ ധൈര്യത്തിനായി പറയട്ടെ, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ശത്രുക്കളുടെ മുൻപിൽ മേശ ഒരുക്കുന്ന ദൈവം. വീണ് കിടന്നാലും അവിടെ ഇങ്ങനെ വായിക്കുന്നത്, ഞാൻ വീണുവെങ്കിലും വീണ്ടും എന്നെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം. എന്റെ ശത്രുവായുള്ളേ, നീ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. ഹല്ലേലൂയ. ഈ രാത്രി ആമേൻ നമുക്ക് ഉറപ്പിച്ചു പറയാം, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം. മീഖ വിളിച്ചു പറയുന്നു, നിന്നോട് സമനായ ദൈവം ആരുണ്ട്? 7 കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിച്ചു. 1, ഇറങ്ങി വരുന്ന ദൈവം. ആ വചനം എത്ര പേര് ഉൾക്കൊണ്ടു? ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരും. 2, മുൻപിൽ നടക്കുന്ന ദൈവം. ഹല്ലേലൂയ, നമ്മുടെ മുൻപിൽ നടകൊള്ളുന്ന ദൈവം. 3, ആമേൻ, ദുഷ്ടത പ്രവർത്തിക്കുന്നവരുടെ പ്രാർത്ഥന തള്ളിക്കളയുന്ന ദൈവം. 4, വഴി കാണാതെ ഭാരപ്പെടുമ്പോൾ വഴി കാണിച്ചു തരുന്ന, വഴിയില്ലാത്തിടത്ത് വഴി ഉണ്ടാക്കി തരുന്ന ദൈവം. ആമേൻ. നമുക്കെതിരെ നിൽക്കുന്നവരോട് പ്രതികരിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നമ്മളോട് ആമേൻ ചോദിക്കുന്ന ഒരു ദൈവം. ഒടുവിൽ നാം ചിന്തിച്ച് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. മീഖ പറയുന്നു, നിന്നോട് സമനായ ഒരു ദൈവം വേറെ ആരുള്ളൂ? ആമേൻ. 18-ാമത്തെ വാക്യത്തിൽ, 7-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഈ ചിന്തയാണ് ഞാൻ ഇത്രയും നേരം നിങ്ങളോട് പങ്കുവെച്ചത്. കർത്താവിന്റെ ദാസി എനിക്ക് അനുവദിച്ച മിനിറ്റുകൾ അല്പം കൂടെ ബാക്കിയുള്ളത് കൊണ്ട് ഞാൻ അതിന്റെ 20-ാമത്തെ വാക്യത്തിലേക്കും കൂടെ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരട്ടെ. ആമേൻ. മീഖായുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം, പുരാതന കാലം മുതൽ നീ ഞങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തിരിക്കുന്ന നിന്റെ വിശ്വസ്തത നീ യാക്കോബിനോടും നിന്റെ ദയ അബ്രഹാമിനോടും കാണിക്കും. ഹല്ലേലൂയ. ഈ വേദഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അടുത്ത ചിന്ത എന്നുള്ളത്, വിശ്വസ്തനായ ദൈവം, അതുല്യനായ ദൈവം. അവൻ ആരാണ്? അവൻ വിശ്വസ്തനായ ദൈവം കൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ വിശ്വസ്തത നീ യാക്കോബിനോടും നിന്റെ ദയ അബ്രഹാമിനോടും കാണിക്കും. ഈ രാത്രി ആമേൻ, എനിക്കിത് പറയാൻ ഒരുപാട് സന്തോഷമുണ്ട്. വിശ്വസ്തനായ ദൈവം. ഒരു ദിവസം പല പ്രാവശ്യം ഞാൻ ആ പദം ഉപയോഗിക്കാറുണ്ട്, വിശ്വസ്തനായ ദൈവം. ഞാൻ മാത്രമല്ല, നിങ്ങളെല്ലാവരും അത് ഉപയോഗിക്കുന്ന ഞാൻ കരുതുന്നത്. നാം സേവിക്കുന്ന ദൈവം ആരാണ്? ഇത്രമാത്രം വിശ്വസ്തനായ ഒരു ദൈവത്തെ നമുക്ക് മറ്റെവിടെ കിട്ടും? ഹല്ലേലൂയ. വിശ്വസ്തനായ ഒരു ദൈവം, തലമുറയോളം വിശ്വസ്തത കാണിക്കുന്ന ദൈവം. അബ്രഹാമിനോടും യാക്കോബിനോടും വിശ്വസ്തത കാണിച്ച ദൈവം എന്നോടും നിങ്ങളോടും വിശ്വസ്തത കാണിക്കുന്ന ദൈവമാ. ദൈവത്തിന്റെ വിശ്വസ്തത ഏതെല്ലാം മേഖലകളിലാ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്? 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 13-ാമത്തെ വാക്യം, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴി ഉണ്ടാക്കും. ഹല്ലേലൂയ. ആമേൻ. ആ വാക്യം നിങ്ങൾ പലർക്കും കാണാതെ അറിയാവുന്ന വാക്യമായിരിക്കാം.
വചനം ഇങ്ങനെയാ പറയുന്നത്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. എന്നിട്ട് പറയുക, ദൈവം വിശ്വസ്തൻ. ഈ രാത്രി പറഞ്ഞാട്ടെ, ഞാൻ സേവിക്കുന്ന ദൈവം വിശ്വസ്തൻ. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ആമേൻ, ദൈവവിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ പരീക്ഷയോടുകൂടെ പോക്കുവഴി ഒരുക്കും. ഞാൻ അതിനെങ്ങനെയാ പറയുന്നത്? ദൈവത്തിന്റെ വിശ്വസ്തത തന്റെ മക്കളോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുന്നത്, ആമേൻ, പരീക്ഷകളും പരിശോധനകളും കഷ്ടതകളും ഒക്കെ ദൈവം ജീവിതത്തിൽ അയക്കും. പക്ഷെ അപ്പുറത്ത് ഒരു പോക്കുവഴി ദൈവം ഒരുക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം ഒരു നീക്കുപോക്ക് ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഏതെങ്കിലും ഒരു പ്രതിസന്ധി ജീവിതത്തിൽ ദൈവത്താൽ അയച്ചിട്ടുണ്ടെങ്കിൽ, ആമേൻ, അതിന്റെ അപ്പുറം ദൈവം ഒരു നീക്കുപോക്ക് ദൈവം ഇതിൽ വരുത്തിയിട്ട് മാത്രമേ ഇപ്പുറത്തൊരു പരിശോധന ദൈവം അയക്കൂ. ആമേൻ. ഇസ്രായേൽ മക്കളുടെ മുൻപിൽ ചെങ്കടൽ അവരുടെ മുൻപിൽ നിൽക്കുകയാണ്. പക്ഷേ ആമേൻ, ദൈവം അതിനു മുൻപേ ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. പെട്ടെന്നത് അവർക്ക് മനസ്സിലായില്ല. ആമേൻ, നല്ല ഒരു ഉണങ്ങിയ പാത ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇസ്രായേൽ മക്കൾക്ക് അത് മനസ്സിലായില്ല. പെട്ടെന്ന് അവർ നോക്കുമ്പോൾ ഇത് പുറകിൽ ഫറവോനും സൈന്യവും വരികയാണ്. ആമേൻ, മുൻപിൽ ചെങ്കടൽ നിൽക്കുകയാണ്. അവൻ ആകെ ഭയപ്പെട്ടു. മോശയ്ക്ക് നേരെ അവർ പെറുപെറുത്തു. മരുഭൂമിയിൽ കൊണ്ടുവന്ന് കൊല്ലാൻ വേണ്ടിയിട്ടാണോ നീ ഞങ്ങളെ കൊണ്ടുവന്നത്? മോശയും ആകെ അമ്പലം. ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചല്ലോ. പക്ഷേ ദൈവം ഒരു വഴി ഒരുക്കാതെ, ദൈവം ഒരു നീക്കുപോക്ക് ഒരുക്കാതെ തന്റെ മക്കളെ പ്രതിസന്ധിയിലേക്ക് പറഞ്ഞു വിടില്ല. ഈ രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ ദൈവത്തിന്റെ വിശ്വസ്തത എന്നോടും നിങ്ങളോടും ബന്ധത്തിൽ വെളിപ്പെടുത്തുന്നത് പോക്കുവഴി ഒരുക്കി, ഒരുക്കിയാണ് അവന്റെ വിശ്വസ്തത വെളിപ്പെടുന്നത്. അനുഭവമുള്ളവർ ആമേൻ ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന എന്റെ ചിന്ത. ഹല്ലേലൂയ. ഒരു കഷ്ടതയോ ഒരു പരിശോധനയോ ഒരു വേദനയോ ജീവിതത്തിൽ വരുമ്പോൾ ഓർത്തുകൊള്ളണം, ഇതെന്റെ നാശത്തിനല്ല, ഇതെന്റെ തകർച്ചയ്ക്കല്ല. ആമേൻ, ദൈവം എനിക്കൊരു വഴി അപ്പുറത്ത് ഒരുക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ എന്റെ അക്ഷരീയ കണ്ണുകൊണ്ട് എനിക്കത് കാണാൻ പറ്റില്ലെങ്കിലോ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ആ വഴി കാണൂ. ഈ രാത്രി വിശ്വസിക്കുക, ദൈവം വിശ്വസ്തനാകട്ടോ. അവൻ നിന്നെ ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല. അവൻ ഒരിക്കലും നിന്നെ തള്ളിക്കളയുന്ന ദൈവമല്ല. വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവവേദനെ അവൻ പോക്കുവഴി ഒരുക്കുന്നതിൽ വിശ്വസ്തനാണ്. രണ്ടാമതൊരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. 2 തെസ്സലോനിക്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. 2 തെസ്സലോനിക്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചു. തുടങ്ങുന്നത് തന്നെ കർത്താവു വിശ്വസ്തൻ. എടുത്തോ വാക്യം. 2 തെസ്സലോനിക്യ ലേഖനം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. കർത്താവു വിശ്വസ്തൻ, അവൻ നിങ്ങളെ ദുഷ്ടന്റെ കയ്യിൽ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നിങ്ങളെ കാത്തുകൊള്ളും. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതൽ കുലുങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതൽ പതറിപ്പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിനെ അതാത് സമയങ്ങളിൽ ഒരുപക്ഷെ ദൈവം തന്റെ ദൂതന്മാരെ അയച്ചോ, ദൈവം തന്റെ ദാസന്മാരിലൂടെയോ ദൈവത്തിന്റെ വചനങ്ങൾ നൽകിയോ ഉറപ്പിക്കുന്ന ദൈവമാണ്. ദൈവം ആ കാര്യത്തിൽ കർത്താവ് വിശ്വസ്തന. ഒരിക്കലും ആമേൻ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവേദിൽ ആമേൻ പതറാൻ ദൈവം അനുവദിക്കത്തില്ല. സങ്കീർത്തനം വായിക്കുന്നുണ്ട്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. ആമേൻ. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. പ്രാർത്ഥിക്കുന്ന ദൈവവേദില് ആമേൻ, പ്രാർത്ഥിക്കുന്ന സഹോദരിമാരെ, ആമേൻ, ഞാൻ നിങ്ങളെ കുലുങ്ങിപ്പോകാൻ അവൻ സമ്മതിക്കും. എന്റെ അനുഭവത്തോട് ബന്ധിച്ച് ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മളെ കുലുക്കാൻ, നമ്മളെ ആധൈര്യപ്പെടുത്താൻ, നമ്മളെ ആമേൻ നമ്മളെ നിരാശപ്പെടുത്തി നമ്മുടെ ശുശ്രൂഷകളെ തകർക്കാൻ പിശാച് പലപ്പോഴും പദ്ധതികൾ മുൻപിൽ കൊണ്ടുവരും. പക്ഷേ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവേദനെ ഉറപ്പിക്കുന്ന ഒരു ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. ഇവിടെ തെസ്സലോനിക്യ ലേഖനത്തിലൂടെ പൗലോസ് വിളിച്ചു പറയുന്നു, നമ്മുടെ കർത്താവ് വിശ്വസ്തന്, അവൻ
അവൻ നിങ്ങളെ ഉറപ്പിക്കുന്ന ദൈവമാണ്. ഈ രാത്രി മനസ്സ് കലങ്ങി, മനസ്സ് കുലുങ്ങി, ഏതെങ്കിലും വിഷയങ്ങളുടെ നടുവിൽ പതറിയിരിക്കുന്ന ആരെങ്കിലും വചനം കേൾക്കുന്നെങ്കിൽ നിങ്ങളോടായിരിക്കുക ഈ രാത്രി ദൂത് വിളിച്ചു പറയുന്നത്, നീ കലങ്ങരുത്, നീ കുലുങ്ങരുത്. നിന്റെ ഭാരം നീ അവന്റെ കരങ്ങളിലേക്ക് ഇടുക. അവൻ നിന്നെ ഉറപ്പിക്കുന്ന ദൈവമാണ്. അവൻ നിന്നെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളുന്നതിൽ വിശ്വസ്തന. ഒരു ചിന്ത കൂടെ പറഞ്ഞ് ഞാൻ ഈ വചന ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. നമ്മൾ എല്ലാവരും എപ്പോഴും ഉരുവിടുന്ന ഒരു വാക്യം. ഹല്ലേലൂയ, ആമേൻ. സാറ താൻ വിശ്വസിച്ച ദൈവത്തെ കുറിച്ച് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണി. ഹല്ലേലൂയ, ആമേൻ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തന. സാറ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയുന്നത്, എന്നോട് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തന. ഓരോ ദിവസവും അങ്ങനെ എണ്ണുകയാണ്. ഓരോ ദിവസവും തുടങ്ങുമ്പോഴും സാറ പറയും, എന്നോട് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. ആമേൻ. ഉറങ്ങാൻ പോകുമ്പോൾ, കിടക്കുന്നതിന് മുൻപ് സാറ വിളിച്ചു പറയും, എന്നോട് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. ദിവസം തോറും എണ്ണുകയാ, ദിവസങ്ങൾ ഇങ്ങനെ മുൻപോട്ട് പോകുകയാ. 11-ാം വാക്യം ഇങ്ങനെയാ വായിക്കുന്നത്, 11-ന്റെ 11. ആമേൻ. എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് ഒരുവന് മൃതപ്രായനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. അബ്രഹാം മാത്രമല്ല ദൈവത്തിൽ വിശ്വസിച്ചത്, വാഗ്ദത്തം കേട്ട് സാറായും വിശ്വസിക്കുക മാത്രമല്ല, ഓരോ ദിവസവും വിളിച്ചു പറഞ്ഞു, എന്റെ ദൈവം വിശ്വസ്തനാണ്, ഞാൻ സേവിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. അവിടെ ആ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അതുകൊണ്ട് ആമേൻ 12-ാമത്തെ, അതുകൊണ്ട് സാറ ഇങ്ങനെ എണ്ണിയതുകൊണ്ട് മൃതപ്രായനായവന്, മരിപ്പാറായവനെന്ന വചനം, മൃതപ്രായനായവന് പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽ പുറത്ത് എണ്ണിക്കൂടാത്ത മണൽ പോലെ സന്തതി ജനിച്ചത്. സാറ വിശ്വസ്തൻ എന്ന തന്റെ ദൈവത്തെ, ആമേൻ. ഇന്ന് രാത്രി എന്റെ മുൻപിലിരിക്കുന്ന സഹോദരിമാരെ, ആമേൻ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാകട്ടോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശ്വസ്തത എന്നോടും നിങ്ങളോടും ബന്ധത്തിൽ വെളിപ്പെടുന്നത്, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. അവന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഊവുകയെന്ന. ഹല്ലേലൂയ. അവന്റെ വാഗ്ദത്തങ്ങൾ. ഇന്ന് രാത്രി ആമേൻ ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസി ജീസസോടായും ഇതിൽ സംബന്ധിക്കുന്ന ഓരോ കർത്തദാസിമാരോടായി, സഹോദരിമാരോടായി ഞാൻ പറയട്ടെ, ആമീൻ, ഇതിനോടകം ഒരുപാട് വാഗ്ദത്തങ്ങൾ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകാം. വ്യക്തിപരമായ വാഗ്ദത്തങ്ങൾ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകാം. ആമീൻ. ഒരുമിച്ചുള്ള വാഗ്ദത്തങ്ങൾ ദൈവം തന്നിട്ടുണ്ടാകാം. അവന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ എന്ന, അവനത് നിറവേറ്റുവാൻ വിശ്വസ്തനായ ദൈവമാ. ഈ രാത്രി എത്ര പേര് വചനത്തിനായി ദൈവത്തിന് നന്ദി പറയും. ദൈവം ആമേൻ ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം എല്ലാവരും തലകളെ വണക്കി കണ്ണുകളെ അടച്ച് അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ.